പഞ്ചായത്ത് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, ഇന്ന് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 30 ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. ജില്ലകളെ വിഭജിച്ചുകൊണ്ട് 30 പേരുണ്ട് അധ്യക്ഷ സ്ഥാനത്ത്. എല്ലാവരും ചേർന്നിരുന്നു കൊണ്ട് പ്രവർത്തന രംഗത്തേക്ക് മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കരങ്ങളിലുള്ള രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ്. ആ കഴിവുകളെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് പാർട്ടി ഒരു സംഘടനാ സംവിധാനം ക്രിയേറ്റ് ചെയ്തെടുക്കുക. ആ സംഘടനാ സംവിധാനത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും പ്രസ്ഥാനത്തിനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നയിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. അത് ഏത് ചാനലാണ് പുറത്തുവിട്ടത് എന്നതിനെ കുറിച്ച്, ഏത് ചാനലിലൂടെയാണ് ആ വാർത്ത വന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് നിങ്ങൾ തന്നെ പരിശോധിച്ച് കണ്ടെത്തിയാൽ മതി. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വാഹനം എനിക്ക് കിട്ടാൻ കുറച്ച് വൈകി. കാരണം ഡ്രൈവർക്ക് തെറ്റുപറ്റി. ഞാൻ പുറത്തേക്ക് വേറൊരു വണ്ടിയിൽ കയറി പോകുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് കാറിൽ കയറാൻ വൈകിയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് നടന്ന് എൻ്റെ ആ ഹൊറൈസൺ ഹോട്ടലിലേക്ക് നടന്ന് വേറൊരു കാറിൽ കയറി പോരാൻ ശ്രമിക്കുന്നതിനിടയിൽ എനിക്ക് എൻ്റെ ഡ്രൈവർ വന്നു, വണ്ടിയും വന്നു. അപ്പോൾ 2 മിനിറ്റ് വൈകിപ്പോയി. തിരുവനന്തപുരമല്ലേ, ട്രാഫിക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ഇത് ഇത്രമാത്രം വേഗതയിൽ നിങ്ങൾ വാർത്തയാക്കുന്നത്. ഞാൻ ഇന്നലെ കൊടുങ്ങല്ലൂരിലെ, തൃശൂർ ജില്ലയിലെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു, ഒരു സമരത്തിലായിരുന്നു. ഒരൊറ്റ വരി വാർത്ത ഒന്നിനും കണ്ടില്ലല്ലോ. അപ്പൊ ഈ നാടിനെ നന്നാക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ എല്ലാവരും ചേർന്നുകൊണ്ട് വാർത്ത ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് ഞാൻ ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? അല്ല, എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നില്ല. എന്നെ ചില പ്രത്യേക തൽപര കക്ഷികൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശോഭാ സുരേന്ദ്രന് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതമേൽപ്പിക്കാൻ സാധിക്കുമോ എന്ന് റിസർച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അത് കുറച്ച് നാൾ അവർ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ മുന്നിൽ നിന്നതുകൊണ്ടാണല്ലോ എനിക്ക് അങ്ങോട്ട് എത്താൻ വൈകിയത്. ഞാൻ ഹൊറൈസൺ ഹോട്ടൽ മുതൽ ഒരു പ്രത്യേകമായിട്ട് ഒരാൾ എന്റെ പിറകില്, എന്റെ കാറിന് മുന്നിൽ ചാടിയിട്ട് എന്തെങ്കിലും അപകടം വരുത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതൊന്നുമല്ല പ്രവർത്തനം, ഇതൊന്നും ശരിയല്ല. കാരണം കൂടുതൽ ഞാൻ പറയുന്നില്ല. കാരണം മാധ്യമ സുഹൃത്തുക്കൾ എന്ന് പോലും പറയരുത് എന്ന് എന്നോട് ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണ്, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഈ നാടിനെ മാറ്റിമറിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് എനിക്കിപ്പോ തൽക്കാലം പറയാനുള്ളത്. ശോഭാ സുരേന്ദ്രന്റെ ഇനിയിപ്പോ പുതിയ സംസ്ഥാന നേതൃത്വം വരികയാണ്. സംസ്ഥാന നേതൃത്വത്തിനൊപ്പം നേരത്തെയും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായിരുന്നു. ഇനി ശോഭാ സുരേന്ദ്രൻ പാർട്ടിയിൽ എന്താണ്? അതെന്താ? അല്ലല്ല, നോക്കൂ, എന്നോട് മാത്രം എന്താണ് ഈ ചോദ്യം? ഈ കോർ കമ്മിറ്റിക്ക് അകത്തുള്ള ഏതെങ്കിലും വേറൊരാളോട് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി വാർത്ത കണ്ടതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് പറയാം. ശോഭാ സുരേന്ദ്രന്റെ മാത്രം എന്താ, എനിക്ക് എന്താ കൊമ്പുണ്ടോ? എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത്? ശോഭാ സുരേന്ദ്രൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുന്നില് വീടുകൾക്കകത്തുള്ള, നിങ്ങൾ ഇതുപോലെ എന്നോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ എന്താണ് കോർ കമ്മിറ്റിയിൽ ഇല്ലാത്തത്? അപ്പൊ ഞാൻ എന്താ ഉത്തരം പറഞ്ഞത്? ജനങ്ങളുടെ ഹൃദയത്തിനകത്ത്, വീടുകൾക്കകത്ത് കോർ കമ്മിറ്റിയിൽ ഞാനുണ്ട്. നിങ്ങൾ വിടാൻ ഉദ്ദേശമില്ലല്ലോ. ഒരു നല്ല കാര്യം നടക്കുമ്പോൾ, ഒരു നല്ല ദിവസം, ഞങ്ങളുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചാർജ് എടുക്കുന്ന സമയത്ത് പോലും ഇതിനകത്തൊരു കുത്തിത്തിരിപ്പ് വാർത്തയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിറകിൽ ആരാണ് പ്രവർത്തിക്കുന്നത്?